ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ റെസിപ്പിയാണ്. നമുക്ക് ഇതിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനു വേണ്ടി 3/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാനിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 500 ഗ്രാം പഞ്ചസാര ചേർക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര പാനിയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാരയും വെള്ളമൊക്കെ ഒന്ന് മിക്സായി വന്നുകൊണ്ട് ഒന്ന് മെൽറ്റായി വരണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പഞ്ചസാരപ്പാനി നല്ല ക്ലിയർ ആയി കിട്ടും. പിന്നെ ക്രിസ്റ്റൽ ആവൊന്നുമില്ല. നമുക്ക് പാനിയായിട്ടാണ് വേണ്ടത്. ഒരു നൂൽ പരിവൊന്നും ആവണ്ട കേട്ടോ. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി കഴിഞ്ഞ് 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ പഞ്ചസാരപ്പാനി ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇതിവിടെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വെക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ പഞ്ചസാരപ്പാനി ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 പോർഷനാക്കി മാറ്റണം. അപ്പോൾ ഒരേ അളവിൽ 3 പാത്രത്തിലോട്ട് ഞാനിത് മാറ്റുകയാണ്. ഈ റെസിപ്പി എനിക്കൊരു ഹിന്ദി ചാനലിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കി നോക്കുന്നവർ ഒരു 250 ഗ്രാം പഞ്ചസാര വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും. ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ 250 ഗ്രാം പഞ്ചസാര വെച്ചാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ബദാം മിൽക്ക് മിക്സ് ആണ്. അപ്പോൾ അത് 2 ഡ്രോപ്സ് ഞാൻ ഒരു ബൗളിലോട്ട് ചേർക്കുകയാണ്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ചേർത്താലും മതി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് മിൽക്ക് മിക്സ് ആണോ അല്ലെങ്കിൽ ഏത് ഫ്ലേവർ ആണോ ഉള്ളത് അത് ചേർക്കുക. ഇനി ഇതിലേക്ക് സ്ട്രോബെറി മിൽക്ക് മിക്സ് ആണ് ചേർക്കുന്നത്. അതും തന്നെ 2 ഡ്രോപ്സ് ചേർക്കുക. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യെല്ലോ കളറായി നമുക്ക് സ്ട്രോബെറിയുടെ കളറും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് പിസ്ത മിൽക്ക് മിക്സ് ആണ്. അപ്പോൾ അതും 3 ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട്. അത് ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കളർ മിക്സ് ചെയ്ത സ്പൂൺ കൊണ്ട് മറ്റൊരു കളർ മിക്സ് ചെയ്യരുത്. അപ്പോൾ കളർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഐസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബൗൾ എടുത്താലും മതി. അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഐസ് ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കാം. നല്ല വീതിയുള്ള ഗ്ലാസ് ഒക്കെ എടുക്കാൻ നോക്കട്ടെ. എന്നാലും നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സൈഡിലോട്ട് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാം. പിസ്ത മിൽക്ക് മിക്സ് ഒരു 4 സ്പൂണൊക്കെ ചേർക്കാം. ഇനി മറ്റൊരു സൈഡിലോട്ട് സ്ട്രോബെറി മിൽക്ക് മിക്സും 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഫുഡ് കളറോ അല്ലെങ്കിൽ മിൽക്ക് മിക്സോ എന്ത് വേണമെങ്കിലും ഇതിനെടുക്കാം കേട്ടോ. ഇനി ഒരു സൈഡിലോട്ട് ബദാം മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലോട്ടായിട്ടാണ് ഇപ്പോൾ ഞാൻ ബദാം മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല കളർഫുള്ളായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 കളർ വെച്ചും 2 കളർ വെച്ചൊക്കെ അത് ചെയ്യാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഐസ്ക്രീം മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ അത് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 3 കളറിലുള്ള ഷുഗർ സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രഷ് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മളിത് ഐസ് ക്രിസ്റ്റലോട് കൂടി തന്നെ കഴിക്കണം. അത് മെൽറ്റായി കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വ്യത്യസ്തമായ ഈ ഈദ് ഡെസേർട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്